പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഈ ശിരോവസ്ത്രങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണ്. നമ്മൾക്ക് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അഴകുള്ള മുടി അവരുടെ ഒരു ആകർഷണത്തെ ഉത്തേജിപ്പിക്കുന്നൊരു കാര്യമാണ്. അതോടൊപ്പം മുടി കൊഴിഞ്ഞു പോയാൽ അത് മാലിന്യമാണ്. അപ്പോൾ മുടിയെ സംബന്ധിക്കുന്ന രണ്ട് വശങ്ങളാണത്. മുടി ആരുടേതായാലും മുടിയായി മാത്രം അവശേഷിക്കുമ്പോൾ അത് മാലിന്യം തന്നെയാണ്. അതിനെ ആരാധിക്കാനോ പൂജിക്കാനോ ഒന്നും പാടില്ല. ഇപ്പം ഇവിടെ ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ട് ഈ കുട്ടി സ്കൂളിലേക്ക് വരരുതെന്നാണ്. അപ്പോൾ ഈ പറയുന്ന പ്രിൻസിപ്പിൾ അണിഞ്ഞിരിക്കുന്നത് ശിരോവസ്ത്രമല്ലേ? മുടി മറച്ചുകൊണ്ടുള്ള അവരുടെ ആ ക്രിസ്തീയ പൗരോഹിത്യത്തെ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വസ്ത്രമല്ലേ അവർ ധരിച്ചിരിക്കുന്നത്? അപ്പം അങ്ങനത്തെ ഒരു സ്ത്രീ മറ്റൊരു മതക്കാരി അവരുടെ ആചാരം അനുസരിച്ചിട്ടുള്ള ഒന്ന് തല മറച്ചു വന്നാൽ ആ ഒരു തുണിക്കഷ്ണം പാടില്ല എന്ന് പറയാനുള്ള എന്ത് അധികാരത്തിലാണ് അവരത് പറയുന്നത്? അത് വർഗീയതയല്ലേ? ഈ വർഗീയത നമ്മൾ തിരിച്ചറിയണ്ടേ? കേരളത്തിലെ ഓരോ മനുഷ്യർക്കും വർഗീയത തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. വർഗീയമായ കാഴ്ചപ്പാടുകളും വർഗീയമായ ചേരിതിരിവുകളും യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളിപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അതുപോലുള്ള രാഷ്ട്രീയ അതിനെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കൊന്നും കേരളത്തിൽ നിലനിൽപ്പില്ലാത്തത്. ഉത്തരേന്ത്യയിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞാൽ ഈ മാറ്റം വരുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കാരുണ്യത്തിൻ്റെ മതമാണ് ക്രിസ്തു മതം. കാരുണ്യത്തിൻ്റെ മതം. ആ കാരുണ്യത്തിൻ്റെ മതത്തിൻ്റെ മേലധികാരികളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ നടത്തുന്ന ആ സ്കൂളിലെ പ്രിൻസിപ്പലിൽ നിന്ന് ഇത്രയും മോശവും എന്താ പറയുക ജുഹുപ്സാവഹവുമായ ഒരു 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 എന്താ പറയുക ഒരു ഓർഡർ അങ്ങനെ തല മറച്ച് വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ ശിരോവസ്ത്രം ധരിച്ച് വരുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പാടില്ല, അത് വരാൻ പാടില്ല എന്ന് പറയുന്ന അത്രയും വൃത്തിഹീനമായ ഒരു സംഭവമാണ് ആ സ്കൂളിലെ പ്രിൻസിപ്പൽ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇത് ക്രിസ്ത്യാനി സമൂഹത്തിലെ ജനങ്ങളൊന്നും അംഗീകരിക്കുന്നുണ്ടാവില്ല. പല ക്രിസ്ത്യൻ പുരോഹിതന്മാരും അത് അവർ പറഞ്ഞത് ശരിയല്ല എന്ന് തന്നെ ഉദ്ദേശിച്ച് സംസാരിക്കുന്ന ആളുകൾ തന്നെയാണ്. ക്രിസ്തുമതം വികാസത്തിൻ്റെ മതമാണ്, ഇടുങ്ങി നിൽക്കുന്ന മതമല്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾപ്പെടുന്നൊരു മതമാണ്. അപ്പം ആയതുകൊണ്ട് ഇത്രയും വൃത്തിഹീനമായ കാഴ്ചപ്പാട് ഈ മത മേലധ്യക്ഷന്മാർക്കില്ലെങ്കിലും ഒരു സ്കൂൾ നടത്തുന്ന ഒരു പ്രിൻസിപ്പലിനുണ്ടാകുക എന്ന് പറയുന്നത് അത് വളരെ മോശമാണ്. ആ കുട്ടിയുടെ പിതാവ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റി, ആ കുട്ടിക്ക് മാനസികമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, ചെറിയ കുട്ടികളാണ് അവരിത്തരത്തിലൊക്കെ നമ്മൾ ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു രീതിയിലേക്ക് അവരുടെ മാനസിക തലങ്ങളെ കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞത് അത് ഒരു അരോചകമാണ് എന്നുള്ളത് വിശ്വസിച്ചത് കൊണ്ട് തന്നെ ആ കുട്ടിയുടെ പിതാവ് പറയുന്നുണ്ട് ആ കുട്ടിയെ ഈ സ്കൂളിൽ നിന്ന് നമ്മൾ മാറ്റി പാർപ്പിക്കുകയാണ്, അല്ലെങ്കിൽ മാറ്റി പഠിപ്പിക്കാൻ പറഞ്ഞയക്കണം. അപ്പോൾ ഇത്രയും ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ഈ സ്കൂൾ പ്രിൻസിപ്പളുടെ നടപടി വളരെ അപലപനീയമാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇത് ക്രിസംഗി പ്രിൻസിപ്പിളാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഒരു ക്രിസംഗി പ്രിൻസിപ്പൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അത് ഇവിടെ ഉള്ള മത മൗലികതയെ ഊട്ടി വളർത്താനേ ഉപകരിക്കൂ. അല്ലാതെ ഇവിടെ എന്താ പറയുക ഈ മതേതരത്വം അല്ലെങ്കിൽ ഇന്ത്യയിലെ വലിയ ഈ മൺമറഞ്ഞ നേതാക്കന്മാർ ഊട്ടി വളർത്തിയ മതേതരത്വത്തെ തകർക്കാൻ അത് ഉപകരിക്കുമെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ അംബേദ്കറുടെയൊക്കെ ഭരണഘടനയെ വെല്ലുവിളിക്കാനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപകരിക്കൂ എന്നേ ഞാൻ പറയുന്നുള്ളൂ.
ഭരണഘടനയെ തന്നെ മാറ്റാൻ ഒരു കൂട്ടർ ശ്രമം നടത്തുകയാണ്. ഭരണഘടന ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി തീർത്ത് അതിനെ ദുഷ്കരമാക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ അവസ്ഥയിൽ ലോകത്തിന് മുഴുവൻ മാതൃകയാകേണ്ട ഒരു സ്കൂൾ പ്രിൻസിപ്പൽ ഇത്തരത്തിൽ ശാഠ്യം പിടിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേദനാജനകമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട കവി സൈനു പള്ളിത്താഴത്ത് നിർത്തട്ടെ. താങ്ക് യു.